ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഏറെ നാളിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. നമ്മുടെ ബാലസഭയുടെ ലിയോറ ഫെസ്റ്റ് സംസ്ഥാന പരിശീലനത്തിനായിട്ട് കുമരകം റിസോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി NH കൂടെ നമ്മളിങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇവിടെ ധാരാളം ഹൗസ് ബോട്ട്, വളരെ മനോഹരമാണ്. ഹൗസ് ബോട്ട് യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞാനൊരു നമ്പർ ഇവിടെ കൊടുക്കാം. നിങ്ങളത് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ഡേ നമ്മുടെ കഷ്ടമുടി കായലിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പുന്നമടക്കായൽ അവിടേക്കൊക്കെ പോകാൻ കഴിയും. അപ്പോൾ ഫൈനലി നമ്മൾ ആലപ്പുഴയിലെത്തി, തണ്ണീർമുക്കത്തെത്തി. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. രാവിലെ നമുക്ക് ഇവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. റിസോർട്ടിൽ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. നമുക്കിവിടെ വന്നപ്പോൾ തട്ടുദോശയും ഇഡ്ഡലിയും ഉണ്ടായിരുന്നു. ഞാൻ 2 ഇഡ്ഡലിയും തട്ടുദോശയൊക്കെ എടുത്തു. അന്നേരം അതൊക്കെ കഴിച്ച് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ പരിപാടിയുടെ കൂടുതലായിട്ടൊന്നും ഇടുന്നില്ല, കാരണം അത് ലോങ് ആണ്, നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ. അത് കഴിഞ്ഞ് നമുക്ക് റൂം കിട്ടി. അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് വരികയാണ്. നമ്മുടെ അർജുനുണ്ട്, ഞങ്ങൾ 3 പേര്, അർജുന്, ശങ്കർനാഥൻ, ഞങ്ങൾ 3 പേരുമാണ്. അപ്പോൾ ഞങ്ങൾ മുറിയൊക്കെ തുറന്ന് വന്നു. എന്ത് നല്ല തണുപ്പായിരുന്നെന്നറിയാം. അകത്തോട്ട് കയറി വന്നപ്പോൾ AC അങ്ങോട്ട് ഇട്ട് അങ്ങ് തിമിർക്കുക. വളരെ നല്ല TV, നല്ല സെറ്റപ്പ്, ബെഡൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിസോർട്ടിൽ ഇത്രയും ലക്ഷറി ആയിട്ട് റൂമിങ് ഒക്കെ വരിക. അതിന് ബാലസഭയോടൊരു പ്രത്യേക നന്ദിയും കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് അർജുൻ എന്തോട് അവൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് ഞങ്ങൾ ഫ്രഷൊക്കെ ആകാനായിട്ട് ഞാൻ ബാത്റൂമിലോട്ടൊക്കെ പോയി. ഞങ്ങളുടെ DMC സാറ് വളരെ നന്നായി ഒരു പാട്ടൊക്കെ വെച്ചു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. അത് തീർച്ചയായും സാറിൻ്റെ പെർഫോമൻസ് അപാരമായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷ് ആകാൻ മുഖമൊക്കെ ഒന്ന് കഴുകി കാരണം നമ്മൾ 5 മണിക്ക് ഇറങ്ങിയതാണ്. കാരണം നമുക്കിവിടെ കൃത്യസമയം പാലിച്ച് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആകാൻ വിചാരിച്ചു. അപ്പോൾ ഞാനും അർജുനും ശങ്കർനാഥും ഞങ്ങൾ 3 പേരും ഒരു റൂമിലാണ്. കാരണം ഞങ്ങൾ 3 പേരും നല്ല പൊരുത്തമുള്ളവരാണ്. ഞങ്ങൾ കണ്ടകാലം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അർജുൻ ഞങ്ങൾ ഒരു പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ശങ്കർനാഥ് ഈ ചീപ്പൊക്കെ നമ്മുടെ ഇവിടെ ഇരുന്നാണ്. ഇതെല്ലാം റിസോർട്ടുകാരാണ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചീപ്പ്, നമുക്കുണ്ട് ബ്രഷ്, പേസ്റ്റ്, ചായ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ശങ്കർനാഥൊക്കെ തന്നു. പിന്നെ നമ്മളിവിടുത്തെ ഓരോ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട്. നമ്മുടെ കായൽ, വേമ്പനാട് കായലിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ വളരെ ഊഞ്ഞാലാടി. അർജുൻ വന്ന് ആട്ടിത്തരാമെന്നും പറഞ്ഞു എന്നെ ഒരൊറ്റ ആട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ലാസ്റ്റ് വിളിച്ചു പോയിട്ട് ഇറങ്ങിയേ. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് ഹാപ്പി ആകാൻ. ഇവിടെ ധാരാളം ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സംസ്ഥാന പരിശീലനമാണ്, നമുക്ക് അതിൻ്റേതായൊരു VIP പരിഗണനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാം ഒരു സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഒരു ടീ ബ്രേക്ക് ആയിരുന്നു. നമുക്കപ്പോൾ രാവിലെ ഗുഡ്ഡയുടെ ബിസ്ക്കറ്റും ചായയൊക്കെ ആയിരുന്നു. അപ്പോൾ ടീ ബ്രേക്കിന് അതൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ കയറി. പിന്നെ ഊണ് കഴിക്കേണ്ട സമയമായി. ഇന്ന് പിള്ളേരോണമാണ്. ഞങ്ങളൊക്കെ വിചാരിച്ചു വീട്ടിലൊക്കെ ഞങ്ങൾ സാധാരണ സദ്യയൊക്കെ ഉണ്ടെന്നാണ്. എന്തായാലും ഇവിടെ മീൻകറി കൂട്ടി പായസം ഉൾപ്പെടെയുള്ള സദ്യ വളരെ നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫുഡാണ്, നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. പക്ഷേ നല്ല ഇതായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കർനാഥാണ്, നമ്മുടെ പെരുമ്പടം ശങ്കർനാഥ്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെയാണ്. മീൻകറിക്കൊക്കെ ഒരു പ്രത്യേക സ്വാദം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമാണ്. പിന്നെ ഞങ്ങളിവിടെ ഊഞ്ഞാലാടി ഓരോന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി. അപ്പോൾ നമ്മൾ റൂമിലോട്ട് വന്നു. ഞാൻ പ്രോഗ്രാംസിൻ്റെ ഒന്നും വിടുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് വന്ന് ഫ്രഷ് ആകാൻ വൈകിട്ടത്തെ പ്രോഗ്രാംസിന്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വന്നു. നമ്മളിതൊന്നും കാണുന്നില്ല, ഇതെല്ലാം ശങ്കർനാഥിൻ്റെ പണിയാണ് വീഡിയോ എടുക്കുന്നതും. അപ്പോൾ ഞാൻ കുളിച്ച് വന്ന് തലയൊക്കെ ഒന്ന് ചീകി ഒക്കെ വന്നു. അന്നേരം ഈ ചീപ്പ് നമുക്കിവിടെ നിന്ന് തന്നാണ്, നമ്മുടെ റിസോർട്ടിൻ്റെ ചീപ്പും എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. അവർ ഷേവിങ് സെറ്റ്, നമ്മളൊക്കെ ഷേവിങ് സെറ്റ് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. ഈ ചീപ്പൊക്കെ നല്ല ഇതാണ്. TV ഉണ്ട്, ബിഗ് ബോസ് ഒക്കെ കാണാമെന്ന് അർജുൻ പറഞ്ഞു. പക്ഷെ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. വൈകിട്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കറി, പിന്നെ ബിരിയാണി, സാലഡ്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കൾച്ചർ പ്രോഗ്രാം, അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അട്ടപ്പാടിയിലെ പെർഫോമൻസാണ്. നമുക്കറിയാം അട്ടപ്പാടി ഒരാളുടെ പേരിൽ നിന്ന് പ്രശസ്തമാണ്, നഞ്ചിയമ്മ. അവരുടെ എന്തോ നിഴൽ നൃത്തം അങ്ങനെ എന്തോ സംഭവമായിരുന്നു. വളരെ നല്ല മികച്ചതായിരുന്നു.
അത് കഴിഞ്ഞ് അവരുടെ കുറച്ച് പ്രോഗ്രാംസൊക്കെയാണ്. അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും അമ്പരിപ്പിച്ചത് ഈ കുട്ടിയുടെ പെർഫോമൻസ് ആണ്. വളരെ നമ്മൾ ആ നൃത്തം ഒരു തപസ്യാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുട്ടി ഇടുക്കി സ്വദേശിനിയാണ്. കാരണം വിളക്ക് കൊണ്ട് നിലവിളക്ക് നൃത്തത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി. വളരെ മികച്ചതാണ്. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ കൾച്ചർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുകയാണ്. അപ്പോൾ നാളെ വരാം. ബൈ ബൈ.